ഒരു മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും മുഴുവൻ സംരക്ഷിക്കാൻ ജനവിശ്വാസം പിടിച്ചു പറ്റാൻ അന്നവർ ഉപയോഗിച്ച ഒരൊറ്റ വാക്ക് അത് ഓർമ്മയുണ്ടോ? രക്ഷാപ്രവർത്തനം. അതെ, മലയാളികൾ ഈ വാക്ക് മാത്രം മറക്കില്ല. തെരുവിലിട്ട് ഒരു കൂട്ടം യുവാക്കളെ മൃഗീയമായി തല്ലിച്ചതച്ചപ്പോ ചോരയൊലിപ്പിച്ച് നിന്ന ആ ദൃശ്യങ്ങൾ കേരളം കണ്ടപ്പോ അതിനെ അന്നത്തെ മുഖ്യമന്ത്രി ന്യായീകരിച്ചത് രക്ഷാപ്രവർത്തനം എന്ന ഒരൊറ്റ ക്യാപ്സ്യൂളിലായിരുന്നു. അത് വിഴുങ്ങാൻ ഇഷ്ടംപോലെ സഖാക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും ജനമനസ്സിൽ അത് നല്ലോണം കൊണ്ടു. എന്നാൽ ആ ആത്മവിശ്വാസത്തിന്റെ, ആ ധാർഷ്ട്യത്തിന്റെ മുന ഇപ്പോൾ പൂർണ്ണമായും ഒടിഞ്ഞിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച നവകേരള യാത്ര മർദ്ദനക്കേസിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ കിങ്കരപ്പടയുടെയും വിശ്വസ്തരായ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും നെഞ്ചിടിപ്പേറുന്ന അതീവ നിർണായകരമായ മൊഴികളാണ്. മുഖ്യമന്ത്രി സഞ്ചരിച്ച ആ ലക്ഷറി KSRTC ബസിന്റെ ഡ്രൈവർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയ ആ ഒരൊറ്റ രഹസ്യമൊഴി അതോടെ പൊളിഞ്ഞു വീണത് ഭരണകൂടം കെട്ടിപ്പൊക്കിയ വലിയൊരു കള്ളക്കഥ തന്നെയാണ്. ബസിന് നേരെ ഒരാക്രമണവും ഉണ്ടായിട്ടില്ല എന്ന് സ്വന്തം ജീവനക്കാരൻ തന്നെ പറയുമ്പോൾ അന്ന് ക്രൂരമർദ്ദനത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറും സംഘവും ഇപ്പോൾ എവിടെയാണ്? അവർ അറസ്റ്റും ഭയന്ന് ഒളിവിലാണ്. കേവലം ഒരു മർദ്ദനക്കേസ് എന്നതിനെല്ലാം അപ്പുറം മുൻ മുഖ്യമന്ത്രിയെ പോലും പ്രതിക്കൂട്ടിലാക്കാൻ പോകുന്ന വധശ്രമ കേസായി അതെങ്ങനെ മാറി? ആർക്കും അറിയാത്ത നിഗൂഢമായ ചൂരൽ വടികളുടെ രഹസ്യം എന്താണ്? അധികാരത്തിന്റെ തണലിൽ ഒതുക്കി തീർക്കാൻ നോക്കിയ ഒരു കേസ് നിയമത്തിന്റെ വലയിൽ വമ്പന്മാരെ എങ്ങനെ കൊടുക്കുന്നു? കേരളം ഉറ്റുനോക്കുന്ന ആ അതിശയിപ്പിക്കുന്ന അതിനിർണായകമായ അണിയർ കഥകളിലേക്ക് നമുക്ക് കടക്കാം. നവകേരള സദസ്സ് നടക്കുന്നത് 2023 നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെയാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും ഒരൊറ്റ VIP ബസ്സിൽ ജനങ്ങളെ കാണാൻ ഇറങ്ങുന്നു. കോടികളൊക്കെ പൊടിച്ച് ഖജനാവ് കാലിയാക്കിക്കൊണ്ടാണ് യാത്ര. പരമാവധി ജനകീയമാക്കാൻ ശ്രമിച്ച ആ യാത്ര പക്ഷെ ഓർമ്മിക്കപ്പെടുന്നത് ജനകീയതയുടെ പേരിലൊന്നുമല്ല. അന്ന് സ്വീകരിച്ച പരാതികൾ എവിടെയെന്ന് പോലും അറിയില്ല. മറിച്ച് തെരുവിൽ നടന്ന ചോരക്കളിയിലൂടെയാണ്. 2023 ഡിസംബർ 15 ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷൻ. ആ ദിവസം കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത് കറുത്ത അക്ഷരങ്ങളിലാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച VIP ബസിന് നേരെ കരിങ്കൊടി കാട്ടാൻ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായ അജയ് ജുവൽ കുര്യാക്കോസും തുടങ്ങുന്ന പ്രവർത്തകർ തയ്യാറെടുക്കുകയാണ്. അവർ ബസിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി ചാടി വീഴുന്നു. സാധാരണയായി ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ലോക്കൽ പോലീസ് പ്രതിഷേധക്കാരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് മാറ്റും, അല്ലെങ്കിൽ പിടിച്ചു മാറ്റും. അതൊക്കെയാണ് പതിവ്, അതൊക്കെയാണ് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളത്. എന്നാൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. അതായത് ബസ് നിർത്തിയ ഉടൻ തന്നെ ബസ്സിനകത്ത് നിന്നും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഗൺമാനായ അനിൽകുമാറും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും കയ്യിൽ മാരകമായ ആയുധങ്ങളുമായി പുറത്തേക്ക് ചാടുന്നു. ഇത്ര വലിപ്പത്തിലുള്ള നല്ല വണ്ണമുള്ള വടികളൊക്കെ ഈ അനിൽകുമാറിന്റെ കയ്യിലുണ്ട്. പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ ആ യുവാക്കളെ തെരുവിലിട്ട് മൃഗീയമായി തല്ലിച്ചതയ്ക്കുന്നു. തലങ്ങും വിലങ്ങുമുള്ള അടിയിൽ പലരുടെയും തലയും കൈകാലുകളൊക്കെ തകർന്നു. തലക്കിട്ടൊക്കെ ആ ലാത്തി വെച്ച് അടിക്കുന്ന രംഗങ്ങളൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്, എടുത്തു നോക്കുക. അപ്പൊ ഈ സംഭവം വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയപ്പോ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ ന്യായീകരണം ഇതായിരുന്നു. കേൾക്കുക. പ്രതിഷേധക്കാർ വടിയും കല്ലുമായി ബസിന് നേരെ വരികയായിരുന്നു. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോ അവരെ രക്ഷിക്കാൻ വേണ്ടി ഗൺമാൻ ഇടപെട്ടതാണ്. അതൊരിക്കലും മർദ്ദനമല്ല, മറിച്ച് ഒരു രക്ഷാപ്രവർത്തനമാണ്. ഈ രക്ഷാപ്രവർത്തന സിദ്ധാന്തം പാർട്ടി അണികൾ ഏറ്റെടുത്തു. ക്യാപ്സ്യൂളുകളാണല്ലോ നിമിഷ നേരം കൊണ്ട് വിറ്റുപോയി. എല്ലാവരും വെള്ളം തൊണ്ട തൊടാതെ വിഴുങ്ങി. പിന്നീട് സൈബർ പോരാളികൾ അത് ഏറ്റെടുത്തു. അങ്ങനെ അധികാരം മാറി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൈകളിൽ എത്തിയപ്പോൾ ആ പഴയ ന്യായീകരണങ്ങളുടെ കോട്ടുകൾ ഓരോന്നോരോന്നായി തകരുകയാണ്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ സാക്ഷിയാരാണ്? ആ VIP ബസ് ഓടിച്ചിരുന്ന KSRTC ഡ്രൈവർ അഭിലാഷാണ്. ഈ ഡ്രൈവറെ സ്വാധീനിക്കാനും മൊഴി മാറ്റിക്കാനും ഭരണപക്ഷത്തെ വമ്പന്മാർ പരമാവധി ശ്രമിച്ചതായാണ് വിവരം, അതായത് അന്നത്തെ കാലത്ത്. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഡ്രൈവർ അഭിലാഷ് നൽകിയ മൊഴി മുൻ ഭരണകൂടത്തിന്റെ നെഞ്ചിൽ തറയ്ക്കുന്നതായിരുന്നു. കഠാര വെച്ച് കുത്തിക്കയറ്റുന്നത് പോലെയായിരുന്നു. ഡ്രൈവർ കൃത്യമായി പറഞ്ഞു, അന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച VIP ബസിന് നേരെ യാതൊരുവിധ തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടായിട്ടില്ല. പ്രതിഷേധക്കാർ കരിങ്കൊടിയുമായി വരിക മാത്രമാണ് ചെയ്തത്. അവർ ആരെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചതായി എനിക്കറിയില്ല. ബസിന് നേരെ കല്ലോ വടിയോ എറിഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ബസ് ഓടിക്കുന്ന ഏറ്റവും മുന്നിലിരിക്കുന്ന ഡ്രൈവറാണ് ഈ പറയുന്നത്.
ബസിന് നേരെ ഒരാക്രമണവും ഉണ്ടായിട്ടില്ല എന്ന്. ഇതോടെ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഗൺമാൻ ഇറങ്ങിത്തിരിച്ചത് എന്ന് ആ സത്യം, ആ വാദത്തിന്റെ മുന പൂർണ്ണമായും ഒടിഞ്ഞു. എന്തായാലും ഇതോടെയും തീർന്നില്ല. ഇതിന് പിന്നാലെയാണ് അടുത്ത പ്രഹരം വരുന്നത്. KSRTC മെക്കാനിക്കൽ എഞ്ചിനീയറുടെ റിപ്പോർട്ട്. അന്ന് ഈ സംഭവത്തിന് ശേഷം ബസ്സിന് എന്തെങ്കിലും തരത്തിലുള്ള പോറലുകളോ കേടുപാടുകളോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച എഞ്ചിനീയർ പോലീസിന് ഔദ്യോഗികമായി മൊഴി നൽകി കഴിഞ്ഞു. അവിടെയും ഇരുട്ടടിയാണ് ഫലം. അതായത് ബസ്സിന് യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല, ഒരു പോറൽ പോലും എവിടെയും ഉണ്ടായിട്ടില്ല. സത്യം ഇങ്ങനെ പുറത്തു വരുമ്പോൾ അത് എത്രമാത്രം ഭീകരമാണെന്ന് മനസ്സിലാക്കുക. ബസ്സിന് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല. ഇപ്പോഴിതാ നമ്മുടെ പിണറായി വിജയന് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാസപ്പടിയിലും തിരിഞ്ഞുകൊത്തുന്നു ഇപ്പോൾ ഇത്. ബസ്സിന് എന്തായാലും കേടുപാടുകളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങി ആ യുവാക്കളെ തല്ലിച്ചതച്ചത്? അപ്പോൾ അത് രക്ഷാപ്രവർത്തനമായിരുന്നില്ല, മറിച്ച് അധികാരത്തിന്റെ ഗർവ്വം ഉപയോഗിച്ച് പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്താനുള്ള ആസൂത്രിതമായ ക്രിമിനൽ ആക്രമണം മാത്രമായിരുന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കുകയാണ്. എന്താണ് ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതെ, പിണറായിക്ക് കണ്ടകശനി ഇപ്പോൾ മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുന്നു. എന്തായാലും ഈ കേസിന്റെ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയ മറ്റൊരു അതീവ ഗുരുതരമായ കാര്യമുണ്ട്. അത് ആ മർദ്ദനത്തിന് ഉപയോഗിച്ച ആയുധങ്ങളെ കുറിച്ചാണ്. അന്ന് ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. സുരക്ഷാ ജീവനക്കാർ ബസ്സിൽ നിന്നിറങ്ങി നീളമുള്ള വടികൾ ഉപയോഗിച്ചാണ് തല്ലുന്നത്. നല്ല വണ്ണവും ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ലോക്കൽ പോലീസ് കേസ് അന്വേഷിച്ചപ്പോൾ ഇത് സാധാരണ പോലീസുകാർ ഉപയോഗിക്കുന്ന ലാത്തിയാണ് എന്ന രീതിയിലാണ് വരുത്തി തീർത്തത്. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ വിശദമായ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണല്ലേ, ഒരു ഭരണം മാറേണ്ടി വന്നു സത്യം പുറത്തു വരാൻ, നീതി കിട്ടാൻ. പ്രതിഷേധക്കാർക്ക് നേരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനും അകമ്പടി സേനയും ഉപയോഗിച്ചത് പോലീസിന്റെ ഔദ്യോഗിക ലാത്തി അല്ല, അതിനേക്കാൾ വളരെ നീളമുള്ള മാരകമായ ചൂരൽ വടികളായിരുന്നു അത്. ഇവിടെയാണ് ദുരൂഹത ആരംഭിക്കുന്നത്. സാധാരണയായി VIP സുരക്ഷാ ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അല്ലെങ്കിൽ പേഴ്സണൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോ ഗൺമാന്മാരോ കൈകളിൽ ലാത്തിയോ ചൂരൽ വടികളോ കരുതാറില്ല. അവരുടെ ജോലി VIPക്ക് ചുറ്റും ഒരു സുരക്ഷാ വലയം തീർക്കുക, വരുന്നവരെയൊക്കെ പിടിച്ചു മാറ്റുക, അത് മാത്രമാണ് അവരുടെ ഡ്യൂട്ടി. ക്രമസമാധാന പാലനത്തിനുള്ള ലാത്തി ചാർജ് നടത്തേണ്ടത് അതാത് സ്ഥലത്തെ ലോക്കൽ പോലീസാണ്. ഇതാണ് നിയമം. ഇപ്പൊ നിയമത്തിനെ കുറിച്ച് വാചാലനാകുന്ന പ്രതിപക്ഷ നേതാവിനോടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമല്ലാത്ത സാധാരണയായി സുരക്ഷാ ഡ്യൂട്ടിയിൽ ഒട്ടും ഉപയോഗിക്കാത്ത ഇത്തരം മാരകമായ ചൂരൽ വടികൾ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് എവിടെ നിന്ന് ലഭിച്ചു? എങ്ങനെ അവരുടെ കൈകളിൽ എത്തി? അത് ഉപയോഗിക്കാൻ ആരാണ് അവർക്ക് അനുവാദം നൽകിയത്? അവരിത് മുൻകൂട്ടി ബസ്സിനുള്ളിൽ കരുതിയതാണോ? അതോ ആസൂത്രിതമായി പ്രതിഷേധക്കാരെ നേരിടാൻ വേണ്ടി ആരെങ്കിലും ഇവർക്ക് എത്തിച്ചു നൽകിയതാണോ? അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇപ്പൊ പകച്ചു നിൽക്കുകയാണ് നമ്മുടെ നിയുക്ത പ്രതിപക്ഷ നേതാവ്. മുൻ ഭരണകൂടവും പാർട്ടിയും ഇപ്പോൾ മറുപടിയില്ലാതെ നിൽക്കുന്നു. റെയ്ഡും മർദ്ദനവും മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒന്നായിരുന്നു എന്ന അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്കാണ് ഈ ചൂരൽവടിയുടെ സാന്നിധ്യം വിരൽ ചൂണ്ടുന്നത്. അതിനേക്കാൾ ഭീകരമായിരുന്നു ആ മർദ്ദനത്തിന്റെ രീതിയും. ഇപ്പോഴും അതെടുത്ത് നോക്കുമ്പോൾ നമ്മൾ തന്നെ തറയിൽ കൈവച്ചു പോകും. അപ്പോൾ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണയായി അവരുടെ കൈകാലുകളിലാണ് പോലീസ് അടിക്കാറുള്ളത്. തലയ്ക്കൊക്കെ അടിക്കണമെങ്കിൽ എത്രമാത്രം അഹങ്കാരം അവർക്കുള്ളിൽ ഉണ്ടാകും, എന്തൊരു ധാർഷ്ട്യമാണത്. എന്തായാലും അന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറിന്റെ ലക്ഷ്യം അതൊന്നും ആയിരുന്നില്ല. ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം. ഓടി മാറാൻ ശ്രമിക്കുന്ന യുവാക്കളുടെ കഴുത്തിലും തലയിലുമാണ് മാരകമായ പ്രഹരങ്ങൾ ഏൽപ്പിക്കുന്നത്. ഒട്ടും ദയയോ കാരുണ്യമോ ഒന്നുമില്ലാതെ ഒരു കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയുള്ള അടി തന്നെയാണത്. അപ്പോൾ ഈ കേസിൽ ഏറ്റവും വലിയ വഴിത്തിരിവായത് ഒരു മെഡിക്കൽ ബോർഡിന്റെ ശാസ്ത്രീയ റിപ്പോർട്ടാണ്. ഈ ചൂരൽ വടികൾ കൊണ്ടുള്ള അടി എത്രത്തോളം മാരകമാണെന്ന് പരിശോധിക്കാൻ പോലീസ് ഒരു പ്രത്യേക മെഡിക്കൽ ബോർഡിനെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ആക്രമണം തന്നെയാണ്. ആ മുഖ്യമന്ത്രിയുടെ അന്നത്തെ അതേ അഹങ്കാരം തന്നെ അദ്ദേഹത്തിന്റെ ഗൺമാനും പകർന്നു കിട്ടിയതാകാം. മുല്ലപ്പൊമ്പടി കിടക്കും മണ്ണിനും ഉണ്ടാകും ആ സൗരഭ്യം എന്നൊക്കെ പറയുന്നത് പോലെ അത്തരത്തിൽ തന്നെയാണ് അനിൽകുമാറിന്റെ ആ ധാർഷ്ട്യം അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പ്രത്യേക തരത്തിലുള്ള ചൂരൽവടി ഉപയോഗിച്ച് ഒരു മനുഷ്യന്റെ തലയ്ക്ക് ശക്തമായി അടിച്ചാൽ അത് തലയോടി തകരുന്നതിനും ആന്തരിക രക്തസ്രാവത്തിനും വഴിമാരകമായ മരണത്തിന് വരെ കാരണമായേക്കാം. എങ്ങാനും അന്ന് ആക്രമിക്കപ്പെട്ടവർ മരണപ്പെട്ടിരുന്നുവെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഉദ്ദേശം എന്താകുമായിരുന്നു? അന്ന് ഇവർ എന്ത് മറുപടി പറയുമായിരുന്നു? അതെല്ലാം എന്തായാലും ഇതിനൊക്കെയുള്ള ആ ഒരു ശിക്ഷ അല്ലെങ്കിൽ നീതി തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. ഇപ്പോൾ എന്തായാലും ഇതിനെല്ലാം നിയുക്ത പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞേ തീരൂ. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.
നന്ദി.